പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, ഏവർക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യൗമ യുഹ്മാ അലൈഹാ ഫീ നാരി ജഹന്നമ. നരകാഗ്നിയിൽ വെച്ച് അവ ചുട്ടുപഴുപ്പിക്കപ്പെടുകയും എന്നിട്ടതുകൊണ്ട് അവരുടെ നെറ്റികളിലും പാർശ്വങ്ങളിലും മുതുകുകളിലും ചൂടുവെക്കപ്പെടുകയും ചെയ്യുന്ന ദിവസം അവരോട് പറയപ്പെടും, നിങ്ങൾക്ക് വേണ്ടി തന്നെ നിക്ഷേപിച്ചു വെച്ചതാണിത്. അത് നിങ്ങൾ നിക്ഷേപിച്ചു വെച്ചിരുന്നത് നിങ്ങൾ ആസ്വദിച്ചു കൊള്ളുക. അപ്പോൾ ഈ സ്വർണവും വെള്ളിയൊക്കെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വ്യയം ചെയ്യാതെ കെട്ടിപ്പൂട്ടി വെച്ചവർക്കുള്ള ശിക്ഷയാണ്. അവർക്ക് അവരുടേത് കൊണ്ട് തന്നെ ശിക്ഷ കൊടുക്കും. മനസ്സിലായില്ലേ? എന്താണ് അവരുണ്ടാക്കിയിട്ടത് അതുകൊണ്ട് തന്നെ അവർക്ക് ശിക്ഷ ഇട്ടത്. നമ്മൾ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാം. എന്തൊരു കാര്യമാണോ അവർ മറ്റുള്ളവരെ അടിച്ചേൽപ്പിക്കാൻ നോക്കുന്നത്, അത് അവർക്ക് തന്നെ എട്ടിൻ്റെ പണിയായിട്ട് വീഴുന്നത് നമുക്ക് കാണാം. ഉദാഹരണമായിട്ട് നമ്മുടെ ഫേസ്ബുക്ക്, യൂട്യൂബ് ഒക്കെ ഇല്ലുമിനാറ്റികൾ ഉണ്ടാക്കിയത്, നമ്മുടെ ഈ നെറ്റും ഇൻ്റർനെറ്റൊക്കെ ഉണ്ടാക്കിയത് ദൈവത്തിൽ നിന്ന് മനുഷ്യനെ അകറ്റാൻ വേണ്ടിയിട്ടാണ്. പണ്ടൊരു വ്യക്തി കാട്ടിലൂടെ പോയത് സംഭവം നമുക്കറിയാമല്ലോ. അദ്ദേഹം കാട്ടിലൂടെ പോകേണ്ടതുണ്ട് അദ്ദേഹത്തിന്. ഒരു പകലന്തിയോളം കാട്ടിലൂടെ സഞ്ചരിക്കണം, എങ്കിലേ അദ്ദേഹത്തിൻ്റെ ഗ്രാമത്തിലെത്തുള്ളൂ. അപ്പം ഈ കാട്ടിലെ സിംഹമുണ്ട്. അപ്പം അദ്ദേഹം എന്ത് ചെയ്തു? ഒരു പണി ചെയ്തു. കുറച്ച് റൊട്ടിക്കഷ്ണങ്ങൾ സഞ്ചിയിൽ കരുതി. അങ്ങനെ കുറച്ച് കാട്ടിലൂടെ കുറച്ച് നടക്കാൻ നിന്നപ്പോൾ സിംഹം വന്നപ്പോൾ എന്ത് ചെയ്തു? ഒരു വലിയ റൊട്ടി കഷ്ണം ഒന്നായിട്ട് കൊടുത്തു. അത് ചെറിയ കഷ്ണം മാത്രം റൊട്ടി കൊടുത്തു. സിംഹം അത് വേഗം തിന്നു. എന്നിട്ട് വീണ്ടും അദ്ദേഹത്തെ തിന്നാൻ വേണ്ടി വന്നപ്പോൾ പിന്നെയും അദ്ദേഹം ചെറിയ കഷ്ണം റൊട്ടി ഇട്ട് കൊടുത്തു. സിംഹം അത് തിന്നു. അങ്ങനെ നടന്ന് എന്ത് ചെയ്ത് അദ്ദേഹം ഗ്രാമത്തിലെത്തുകയും രക്ഷപ്പെടുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനെ മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റാൻ വേണ്ടി ഇല്ലുമിനാറ്റികൾ സൃഷ്ടിച്ചെടുത്തതാണ് ഇൻ്റർനെറ്റ്, ഫേസ്ബുക്ക്, യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം ഒക്കെ. പക്ഷെ അതുകൊണ്ട് തന്നെ അവർക്ക് എട്ടിനെ പണി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫേസ്ബുക്കിലൊക്കെ ഇല്ലുമിനാറ്റികളുടെ തട്ടിപ്പുകൾ നല്ലവണ്ണം വിടുന്നുണ്ട്. ഇപ്പോൾ ജനങ്ങൾക്ക് അതാണ് താല്പര്യം. ഇല്ലുമിനാറ്റികളെ കുറിച്ച് എഴുതുക, അതുപോലെ തന്നെ നാസയുടെ തട്ടിപ്പിനെ കുറിച്ച് എഴുതുക, ഭൂമി പരന്നതാണ് എഴുതുക. ഈ കോൺസ്പിറസിയുടെ പിന്നാലെ പോകാൻ ജനങ്ങൾക്ക് ഇഷ്ടമാണ് അല്ലേ? നമുക്കൊരു കാര്യം അറിഞ്ഞതിന് അപ്പുറത്തേക്ക് ചിന്തിക്കാൻ മഹാഭൂരിപക്ഷം പേർക്കും ഇഷ്ടമാണ് അല്ലേ? അപ്പം അഫാൻ എന്ന ഒരു യുവാവ് വീട്ടിലെല്ലാവരും കൊന്നല്ലോ. അപ്പം തന്നെ അവൻ പറഞ്ഞു, ഇന്ന കാരണം കൊണ്ടാണ് കൊന്നത്, പിന്നെ പണത്തിൻ്റെ ആവശ്യം കൊണ്ടാണ് കൊന്നത്, എൻ്റെ കുടുംബക്കാരിനോട് മോശമായി പെരുമാറി എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ജനങ്ങൾക്ക് ഇതൊന്നല്ല അറിയേണ്ടത്. മറ്റു പല നിഗൂഢതകളാണ്, അതുണ്ടാവും നിഗൂഢതകൾ പിന്നാലെ പോവാം. അപ്പോൾ ഒടുക്കം എന്ത് കണ്ടെത്തി? തന്നെ സംഭവം തന്നെയാണെന്ന് കണ്ടെത്തി. പിന്നെ ചെറിയ സാത്താൻ ആരാധകന് ഒക്കെ ഉണ്ടാവുമായിരിക്കും, അള്ളാഹു അല്ല. അപ്പോൾ എന്തായാലും ഈ ഊഹാപോഹങ്ങളുടെ പിന്നാലെ അറിയാത്തത് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതായിരിക്കില്ല, വേറെ എന്തെങ്കിലും ആയിരിക്കും എന്ന് പറയാൻ ജനങ്ങൾക്ക് താല്പര്യമാണ്. ഇപ്പോൾ ഒരാൾ വഴിയരികിൽ മരിച്ചു കിടക്കണം. അപ്പോൾ അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്, ഇന്ന കാരണം കൊണ്ടാണ് ഞാൻ മരിച്ചത്. അതൊന്നും ആയിരിക്കില്ല, വേറെ എന്തോ കാരണങ്ങൾ മനഃപൂർവ്വം എഴുതി വെച്ചതായിരിക്കും എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഈ പഠനഭൂമിയെ പറ്റിയും ചന്ദ്രയാത്ര തട്ടിപ്പിനെ പറ്റിയൊക്കെ പഠിക്കാൻ ധാരാളം പേര് വരുന്നുണ്ട്. ചന്ദ്രയാത്ര തട്ടിപ്പ് തന്നെയാണ്, പഠനഭൂമി എന്നുള്ളത് സത്യമാണ്, ഉരുണ്ടുഭൂമി തട്ടിപ്പാണ്. ഒരുപാട് തട്ടിപ്പുകൾ ലോകത്തുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇല്ലുമിനാറ്റികൾ ഉണ്ടാക്കി വെച്ചത് ജനങ്ങൾ ദൈവത്തിന് അകറ്റാൻ വേണ്ടിയിട്ടാണ്. മനുഷ്യർ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ, ഞാൻ സിംഹത്തിൻ്റെ കഥ പൂർത്തീകരിച്ച് പറഞ്ഞു. കാരണം ആ സിംഹം എന്ത് ചെയ്യും? മനുഷ്യനെ തിന്നു. ആ റൊട്ടി കൊടുത്തിട്ടില്ലെങ്കിൽ മനുഷ്യനെ തിന്നു. റൊട്ടി മൊത്തം കൊടുത്തു കഴിഞ്ഞാലോ അത് ഒറ്റയടിക്ക് കഴിച്ചിട്ട് മനുഷ്യനെ അപ്പം തിന്നു. ഓരോ പീസായി കൊടുത്തപ്പോൾ എന്ത് ചെയ്തു? സിംഹം അതെങ്ങനെ കഴിച്ചു. അവസാനം ഈ വ്യക്തി ഗ്രാമത്തിൽ എത്തുകയും ചെയ്തു. ഗ്രാമത്തിൽ എത്തിയപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയില്ല. സിംഹം മടങ്ങി പോവുകയും ചെയ്തു. അപ്പോൾ അതാണ്. അപ്പോൾ മനുഷ്യനെ ഫ്രീ ആയി കഴിഞ്ഞാൽ ദൈവത്തെക്കുറിച്ച് പഠിക്കാൻ തയ്യാറാകും. ദൈവത്തെക്കുറിച്ച് പഠിക്കാനും മറ്റു കോൺസ്പിറസി തിയറികളിലേക്കൊക്കെ പോകാനും തയ്യാറാകും. അപ്പോൾ അത് ഇല്ലുമിനാറ്റിക്ക് നഷ്ടമാണ്. കാരണം 13 അംഗ കുടുംബമാണ് ലോകം ഭരിക്കുന്നത്. അപ്പം അതിനെപ്പറ്റി നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പല വിവരങ്ങളും ഗൂഗിളിൽ നമ്മളിൽ നിന്ന് തടഞ്ഞു വെക്കുകയാണ്. ഇല്ലുമിനാറ്റികളെ കുറിച്ചുള്ള
സെർച്ച് പോലെ റോത്ത്ഷീൽഡ് കുടുംബം, റോക്കർഫെല്ലർ കുടുംബം ഇതിനെ പറ്റിയൊക്കെ ഒന്നും സെർച്ച് ചെയ്യാൻ സാധാരണക്കാർക്ക് വലിയ അനുവാദമില്ല. അപ്പോൾ അങ്ങനെ സെർച്ച് ചെയ്യുന്നവർ ഒരു പ്രത്യേക നോട്ട് ചെയ്യുകയും അവർ മൈൻഡ് കൺട്രോളിങ് വഴിയോ അല്ലെങ്കിൽ അവരുടെ മൊസാദ് ഗ്രൂപ്പ് ലോകമെങ്കും അവർക്കുള്ള മൊസാദ് ഗ്രൂപ്പ് വഴിയോ ആ വ്യക്തിയെ കൊല്ലും. അപ്പം അടുത്ത് ഒരു വ്യക്തി ചന്ദ്രയാത്ര തട്ടിപ്പിൽ അവരെടുത്ത ഫോട്ടോ, ശരിക്കും അവർ നമ്മൾ ചന്ദ്രയാത്ര എന്ന് പറഞ്ഞാൽ അവരെടുക്കുന്ന ഫോട്ടോ ഒക്കെ ഭൂമിയിലുള്ള പല സ്ഥലത്തുമുള്ള ഫോട്ടോയാണ്. ഇപ്പോൾ മനുഷ്യർ കടന്നു ചെല്ലാത്ത ഒരുപാട് ദ്വീപുകളും കാര്യങ്ങളും ഭൂമിയിലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് പോയിട്ടാണ് ഇവർ ഈ ഫോട്ടോ എടുക്കുന്നത്. അങ്ങനെ ആ സ്ഥലം ഏതൊരു വ്യക്തി കാണുകയും അവൻ എന്ത് ചെയ്തു ആ ഫോട്ടോ എടുക്കുകയും അത് സോഷ്യൽ മീഡിയ ഇടുകയും ചെയ്തു. അങ്ങനെ 5-6 മാസം കഴിഞ്ഞപ്പോൾ പിന്നെ ഇദ്ദേഹം മരണപ്പെട്ടു പോയി. കാരണം എന്തായാലും നാട്ടിൽ കൊന്നിട്ടുണ്ടാവും. അപ്പം അങ്ങനെയാണ്. അപ്പോൾ അവർക്കെതിരെ തീരുന്ന എല്ലാവരും കൊന്നു കളയുന്നുണ്ട്. അത് മൈൻഡ് കൺട്രോളിങ് വഴിയും ഒക്കെയാണ്. അല്ലെങ്കിൽ അതോടൊപ്പം ആ വ്യക്തിക്ക് അല്പം സാത്താനിസമ ചെറിയൊരു ബന്ധം വേണം, ഒരു ലെവലേശമെങ്കിലും ബന്ധം വേണം. പക്ഷേ ഒന്നുകിൽ മദ്യപിക്കുന്ന ആളായിരിക്കണം, അല്ലെങ്കിൽ വ്യഭിചരിക്കുന്ന ആളായിരിക്കണം, ധാരാളം കളവ് പാടുന്ന ആളായിരിക്കണം. ഇങ്ങനെയൊക്കെയുള്ള ആളാണെങ്കിൽ കൊല്ലാൻ കഴിയും. അവർക്ക് മൈൻഡ് കൺട്രോളിങ് വഴി കൊല്ലാൻ. പരിപൂർണ്ണ സംശുദ്ധനായ ആളെ ഒന്നും ചെയ്യാൻ കഴിയില്ല. നമുക്ക് പ്രവാചകനെ ഇവർ മരണം ചെയ്ത് കൊല്ലാൻ വേണ്ടി ശ്രമിച്ച കഥ നമുക്കറിയാമല്ലോ. കുറേ ജൂതന്മാർ അല്ലേ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ആ കിണറ്റിലെ വെള്ളം ചുവപ്പ് നിറമായി മാറി. ആ പ്രദേശത്തെ ഈത്തപ്പനെല്ലാം കരിഞ്ഞുണങ്ങി ഏറ്റവും കടുത്ത മരണവിദ്യയാണ് ആ ജൂതൻ പ്രയോഗിച്ചത്. എന്നിട്ടും പ്രവാചകനൊന്നും സംഭവിച്ചില്ല. കാരണം പ്രവാചകൻ സംശുദ്ധനായിരുന്നു, യാതൊരു തിന്മയും കലരാത്ത വ്യക്തിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവരുടെ ആഭിചാരമൊന്നും ഫലിച്ചില്ല. അതുപോലെ തന്നെ നമ്മൾ ഏതൊരു ആഭിചാരനെ എടുത്തു പോകുമ്പോഴും ആ വ്യക്തിയെപ്പറ്റി നമ്മൾ ഏതൊരു വ്യക്തിക്കാണോ ആഭിചാരം ചെയ്യേണ്ടത് ആ വ്യക്തിയെപ്പറ്റി ചോദിക്കും. ആ വ്യക്തി എങ്ങനെ ദൈവഭയമുള്ള വ്യക്തിയാണോ എന്ന് ചോദിക്കും. അപ്പോൾ നല്ല ദൈവഭക്തനായ വ്യക്തിയാണെങ്കിൽ ആഭിചാരകൻ എന്ത് ചെയ്യും? ചെയ്യാൻ സമ്മതിക്കില്ല. അതുമാത്രമല്ല ഒരിക്കലും ചെയ്യുകയുമില്ല. എത്ര നിർബന്ധിച്ചാലും എത്ര പണം കൊടുത്താലും ചെയ്യില്ല. കാരണം അതൊക്കെ ആഭിചാരം തിരിച്ചടിക്കും, അവർക്ക് അനുഭവമാണ്. അതുകൊണ്ട് വളരെ സംശുദ്ധനായ ദൈവഭക്തനായ ആളുകളെ ഒരു ആഭിചാരകനും ദ്രോഹം വരുത്തിയാൽ അവർക്ക് തിരിച്ചെടുക്കും, മറ്റേ ഫലിക്കുകയുമില്ല. ആഭിചാരം തിരിച്ചടിക്കുകയും ചെയ്യും. അയാളുടെ ഈ ആഭിചാര വിദ്യ നശിച്ചു പോകും ഒക്കെ അറിയാം. അപ്പം അടുത്ത് ഞാൻ സോഷ്യൽ മീഡിയയിൽ ഒരു ജിന്നിനെ ഉപയോഗിച്ച് ഒരു ദുഷിച്ച ജിന്നിനെ ഉപയോഗിച്ച് ചില ആഭിചാരം ചെയ്യുന്നത് ഞാൻ കണ്ടിരുന്നു. ചിലൊരു വടി ഒരു പ്രത്യേക ഒരു വടി ഇയാൾ മന്ത്രം ചൊല്ലിട്ട് മുകളിലേക്ക് ഉയർത്തുന്നുണ്ട്. അതുപോലെ തന്നെ താഴത്തൊരു പെട്ടി ഒരു പെട്ടി വെച്ചിട്ട് അത് ഒരു താഴത്തുനിന്ന് ചുവന്ന കൈ വന്നിട്ട് അത് പെട്ടിയെ നീക്കുന്നൊക്കെ കാണുന്നുണ്ട്. അത് ദുഷിച്ച ജിന്നിനെ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പം മറ്റൊരു കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ ഇത് വീഡിയോയിൽ പകർത്തുന്ന വ്യക്തി എന്ത് ചെയ്യുന്നത്? യാ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞിട്ട് ഫാത്തിഹയൊക്കെ ഫാത്തിഹ ചൊല്ലുമ്പോൾ ഈ മന്ത്രം ആഭിചാരം എന്ത് ഇയാളെ മണ്ണിട്ടിട്ട് എറിയാണ്. മനസ്സിലായി? ഇയാൾ ദേഷ്യപ്പെടുകയും അയാൾ പോയി നടന്ന സ്ഥലത്താണ് ഇരിക്കുന്നത്. കല്ലൊന്നുമില്ല, കല്ലിട്ടെറിയുമായിരുന്നു. മണ്ണെടുത്തിട്ട് ഇയാളെ എറിയുകയും ഉപദ്രവിക്കുകയും ചെയ്യും. കാരണം അപ്പം അതിനെന്ത് മനസ്സിലാക്കാം? ഇത് ചെയ്യുന്നത് ദുഷിച്ച ജിന്നുകളാണ്, ചെകുത്താന്മാരാണ് ചെയ്തു കൊടുക്കുന്നത്. ആടോത്ത് മാടോത്ത് ഇതിൻ്റെ ആൾക്കാരുണ്ട്, ചെകുത്താന്മാർ. ആ ചെകുത്താന്മാരാണ് ഈ ശുദ്ധവിദ്യ ഈ ആഭിചാരം ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ ഈ ഖുർആൻ സൂക്തം ഓതുമ്പോൾ ഇതിന് പ്രയാസം നേരിടും. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ഫാത്തിഹയൊക്കെ ചൊല്ലുമ്പോൾ അതിന് ആഭിചാര വിദ്യ ഫലിക്കാതാവുകയും ചെയ്യുന്നുണ്ട്. മനസ്സിലായി? അദ്ദേഹം ആ വടിയല്ല താഴ്ത്തുന്നുള്ള ഒരു ചെറിയ പെട്ടി പോലത്തെ സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്യും? ഫാത്തിഹ ചൊല്ലും. ഈ വീഡിയോ എടുക്കുന്ന വ്യക്തി അപ്പോൾ തന്നെ ആ പ്രവർത്തനം നിലയ്ക്കുന്നുണ്ട്. മറ്റേ ആൾ ആഭിചാരം പിന്നെയും മന്ത്രം ചൊല്ലുമ്പോൾ അങ്ങനെയൊക്കെയോ അത് ഈ താഴത്തുള്ള ആ പെട്ടി നീങ്ങുകയൊക്കെ ചെയ്യുന്നുണ്ട്. മറ്റേ ആൾ ഫാത്തിഹ ചൊല്ലാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം മണ്ണെടുത്ത് എറിയുകയും അങ്ങനെ വീഡിയോയുടെ അവസാനിക്കുകയും ചെയ്യണം. അപ്പോൾ ഇതിൽ മനസ്സിലാവുന്ന ചെകുത്താനാണ് ഇത് ചെയ്യിക്കുന്നത്. അപ്പോൾ ഈ ആഭിചാര വിദ്യകളൊക്കെ ചെയ്യിക്കാൻ ഈ മൈൻഡ് കൺട്രോളിങ് വഴി ചെകുത്താനെ ഉപയോഗിച്ചുകൊണ്ട് നമ്മളെല്ലാം നല്ല വ്യക്തികളെയൊക്കെ നശിപ്പിക്കാനും ഒക്കെ ഈ ശപിക്കപ്പെട്ട ഇല്ലുമിനാറ്റികളുടെ ആൾക്കാർ ലോകം കീഴ്പ്പെടുത്തി തന്നെ ഈ ചെകുത്താന്മാരെ ഉപയോഗിച്ചുകൊണ്ടാണ്.
ഹാറൂത്തും മാറൂത്തിൻ്റെ കഥ പറയുന്നുണ്ട്. അതിലുള്ള ആ അഭിചാര വിദ്യ ഉപയോഗിച്ചിട്ടാണ് ഈ ഇല്ലുമിനാറ്റികൾ ലോകം നിയന്ത്രിക്കുന്നത്. അങ്ങനെ ശപിക്കപ്പെട്ട ഇല്ലുമിനാറ്റിക്ക് തക്കതായ ശിക്ഷ നൽകണമേ. അവരുണ്ടാക്കി വെച്ച ഇതെല്ലാം ഫേസ്ബുക്ക് തുടങ്ങിയതെല്ലാം ഉണ്ട്. അവർക്ക് തന്നെ തിരിച്ചടിക്ക് കൊടുക്കണം തമ്പുരാനെ. പണ്ട് കാലത്തെ ജനങ്ങൾ സക്കാത്തൊന്നും കൊടുക്കാതെ സ്വർണം കെട്ടി പൂട്ടി വെക്കുകയും ആ സ്വർണം കൊണ്ട് തന്നെ അവർക്ക് അവരെ ശിക്ഷിക്കുകയും ചെയ്യുന്ന പോലെ ഈ ശപിക്കപ്പെട്ട ഇല്ലുമിനാറ്റികൾക്ക് അതുകൊണ്ട് തന്നെ അവരെ ശിക്ഷിക്കണം തമ്പുരാനെ. കാലങ്ങളായി ചന്ദ്രയാത്ര തട്ടിപ്പ് നടത്തി അവർ ആ ചന്ദ്രയാത്രയെ പറ്റി ചോദ്യം ചെയ്ത് അവർക്ക് ഉത്തരം മുട്ടുകയും നാസക്കാർക്കും അതുപോലെ കേരളത്തിലെ നിരീശ്വരവാദികൾക്കും നാസയെ വല്ലാതെ പിടിച്ചു നടക്കുന്ന നിരീശ്വരവാദികൾക്കും തക്കതായ ശിക്ഷ കൊടുക്കണമേ തമ്പുരാനെ. അവരുടെ തന്നെ തട്ടിപ്പുകളായ ചന്ദ്രയാത്ര തട്ടിപ്പ്, ഉരുണ്ട ഭൂമി തട്ടിപ്പ്, വാക്സിൻ തട്ടിപ്പും ഇവയെ കൊണ്ട് തന്നെ അവർക്ക് തന്നെ ശിക്ഷ കൊടുക്കണം തമ്പുരാൻ. അതുപോലെ തന്നെ ഈ ഫേസ്ബുക്ക്, വാട്സപ്പ്, നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റാൻ വേണ്ടി ഉണ്ടാക്കിയെടുത്ത ഫേസ്ബുക്ക്, വാട്സപ്പ്, യൂട്യൂബ് തുടങ്ങിയ മാധ്യമങ്ങൾ വഴി അവർക്ക് തന്നെ 8ന്റെ പണി കൊടുക്കണം തമ്പുരാനെ. ആമേൻ, ആമേൻ, ആമേൻ.